ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടീച്ചിങ്ങിന് ഇന്നെന്തെങ്കിലും പുതിയ മെത്തേഡ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? എനി മിറാക്കിൾ? ഞാൻ ആലോചിച്ചു വരികയായിരുന്നു. അതെ, ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ അതേവരെ തന്നെയാ. ടീച്ചിങ് പ്രൊഫഷന് അന്തസ്സുണ്ട്, ലക്ഷ്യമുണ്ട്, രീതിയുണ്ട്. ഇതൊക്കെ മറന്ന് പിള്ളേരെ കൊണ്ട് തലവത്തി മറിയിച്ചാൽ ഷൈൻ ചെയ്യാൻ പറ്റും ആർക്കും. പിന്നെ ഇതൊന്നും അത്ര വലിയ കാര്യമില്ലാന്ന് സാറിന്റെ ഉള്ളിലെങ്കിലും ഒന്ന് തോന്നിയാൽ ഉള്ളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതല്ല, ഇന്ന് എങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റുമെന്നാണ്. മേശപ്പുറത്ത് കയറി പഠിപ്പിച്ചു നോക്ക്, ചിലപ്പോ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. മേശപ്പുറത്ത് കയറി. ഗുഡ് ഐഡിയ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ പോയാൽ അധികാലം ഉണ്ടാവില്ല അല്ലേ? ഞാൻ എന്തിനാണ് ഇതിന്റെ പുറത്ത് കയറി നിൽക്കുന്നത്? കൂടുതൽ പൊക്കം തോന്നാൻ അല്ല, ജീവിതത്തെ പല പല ആംഗിളിലൂടെ പല പല വീക്ഷണകോണുകളിലൂടെ കണ്ടുപഠിക്കണമെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ. കമോൺ, എല്ലാരും ഡെസ്കിന്റെ മുകളിൽ കയറ. കമോൺ ഐ സേ. ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങളുടെ ടീച്ചറെ കാണുന്നത് ഒരു വ്യത്യസ്ത വീക്ഷണകോണിലൂടെയാണ്. റൈറ്റ്? ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങൾക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്പോർട്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗാനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ പോലും അതിനെ വേറൊരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണണം. ഓക്കെ, കമാൺ. നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒന്ന് വഴക്ക് പറഞ്ഞാൽ, അത് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത്, അവരുടെ ആംഗിളിലോ അത് കാണണം. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ടൊന്ന് പിണങ്ങിയാൽ, അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടാൽ, ആ വഴക്ക് നിങ്ങൾ നിങ്ങളുടെ മാത്രം ആംഗിളിൽ കാണാൻ ശ്രമിക്കരുത്, ആ കൂട്ടുകാരന്റെ ആംഗിളിലും കാണണം, മറ്റു കുട്ടികളുടെ ആംഗിളിലും കാണണം. അങ്ങനെ ജീവിതത്തെ പല പല വീക്ഷണകോണുകളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ you will become free thinkers, സ്വതന്ത്ര ചിന്തകർ, and you will make your life good. ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം തുറക്കുക. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഠം എടുക്കുക, എന്നിട്ട് അത് മനസ്സിരുത്തി വായിക്കുക. എന്ത് വായിക്കുമ്പോഴും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നാണ് എല്ലാവരും നോക്കാറ്. പോകാൻ പറ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം. ശ്രദ്ധിച്ച് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഉപന്യാസം, എസ്സേ തയ്യാറാക്കുക. എന്നിട്ട് ലൈബ്രറിയിലേക്ക് വരിക, ഞാൻ അവിടെ ഉണ്ടാവും. വൈസ് പ്രിൻസിപ്പൽ കാണണമെന്ന് പറഞ്ഞു ഉടനെ. അയ്യോ, ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാം. എന്താ സൂരജ്? ഞാൻ എഴുതി സർ. ഇതിന് എത്ര മാർക്ക് കിട്ടും? 70%. അപ്പൊ ഡിസ്റ്റിങ്ഷൻ ഇല്ല? ഞാൻ എളുപ്പം എഴുതി തീർത്ത് കൊണ്ടുവരികയായിരുന്നു. എന്തേ? എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സാറിന്റെ ഒരു സഹായം എനിക്ക് വേണമായിരുന്നു. എന്ത് സഹായം? ശരാം. യെസ്, പറയൂ. സർ, അടുത്ത ആഴ്ച ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് ഒരു ട്രൂപ്പ് വരുന്നുണ്ട്. അവരുടെ പ്രോഗ്രാമിൽ പാടാൻ കുട്ടികളെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ സാർ, എനിക്ക് പാടണം. സൂരജ് പാടുമോ? പാടും, ബാത്റൂമിലൊക്കെ വെറുതെ. വെരി ഗുഡ്. അപ്പൊ നീ പാടും, നിന്നെ കൊണ്ട് ഞാൻ പാടിക്കും. പക്ഷെ അതല്ല പ്രശ്നം. എന്റെ അച്ഛൻ സമ്മതിക്കില്ല. എന്താ കാര്യം? അച്ഛൻ പറയണത് ഞാനിപ്പോ പഠിച്ചാൽ മാത്രം മതിയെന്ന. അച്ഛനെന്നെ വലിയ ഇഷ്ടാ. എന്നെ അച്ഛനിവിടെ പഠിപ്പിക്കുന്ന തന്നെ എന്റെ ഭാവിയെ കരുതിയ. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് എന്റെ അച്ഛനാ. എന്നിട്ടും എനിക്കെന്താ വേണ്ടതെന്ന് എന്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോടിപ്പോ സംസാരിച്ച പോലെ സൂരജ് എന്തെങ്കിലും അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. വൈ? അതിനെനിക്ക് കഴിയില്ല. അത് ചിലപ്പോ എന്റെ അച്ഛനെ വിഷമിപ്പിച്ചാലോ.
ഒരച്ഛനെന്ന നിലയിൽ അദ്ദേഹം നല്ല ആളാ. പക്ഷെ നീ ഒരു നല്ല മകനല്ല. നീ അച്ഛന്റെ മുമ്പിൽ അഭിനയിക്കുകയാണ്. നിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ചിന്തകളും അച്ഛനിൽ നിന്ന് മറയ്ക്കുകയാണ്. അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നീ ഇന്ന് തന്നെ ലീവ് എടുത്ത് അച്ഛനെ പോയി കാണും, എല്ലാ കാര്യവും തുറന്നു പറയും, എന്നിട്ട് അനുവാദത്തോടെ മടങ്ങി വരും. ഓക്കെ? റൈറ്റ്? യെസ് സർ. ആ, come on. പ്രിൻസിപ്പൽ എന്തൊക്കെയോ റൂമേഴ്സ് കേൾക്കുന്നു വിനയചന്ദ്രന്റെ അൺഓർത്തഡോക്സ് ടീച്ചിങ്ങിനെ പറ്റി. കുട്ടികൾ മിസ്ഗൈഡഡ് ആകാൻ പാടില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. എല്ലാവർക്കും ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആകാൻ പറ്റില്ല. അതുപോലെ ഈ സ്കൂളിലെ എല്ലാവർക്കും ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സ് ആകാനും യേശുദാസ് ആകാനും കുമാരനാസൻ ആകാനും പറ്റില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവർ റിയലൈസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം തകർത്ത് വിനയചന്ദ്രനെ അവർ വെറുക്കാൻ തുടങ്ങും. അവരോട് ആരെങ്കിലും പോലെയാകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് സ്വതന്ത്രമായി ചിന്തിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫ്രീ തിങ്കേഴ്സ്. സ്വതന്ത്ര ചിന്തകർ. 17 വയസ്സിലോ? യെസ്. 7 വയസ്സുള്ള കുട്ടികളായിരുന്നെങ്കിൽ ഞാൻ ഇതിലും ഹാപ്പി ആയേനെ. ഇരിക്കൂ. താങ്ക് യു. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ കിട്ടിയ സുഖം, സന്തോഷം, സംതൃപ്തി, അനുഭൂതി ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കിട്ടുന്നുണ്ടോ മാം? അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വെദർ ടു പ്രൊമോട്ട് യുവർ ഓപ്പോസ് യു. പ്രിൻസിപ്പൽ ഒരു വാണിംഗ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വിളിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് മനസ്സുകൊണ്ട് ഞാൻ വിനയചന്ദ്രന് സപ്പോർട്ടുള്ള ആളാണെന്നാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മാം. ഇപ്പോ പാട്ട് ബാല എന്നൊക്കെ പറഞ്ഞു നടന്നാൽ പഠിത്തത്തിലുള്ള നിന്റെ ശ്രദ്ധ കുറയും. അത് നിന്റെ ഭാവിയെ ബാധിക്കും. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അതിനൊക്കെ കൂട്ടുവെക്കുന്നേ? പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോ എന്ത് ഹോബീസ് വേണമെങ്കിലും ആയിക്കോ, എനിക്കൊരു വിരോധമില്ല. ഒറ്റ ദിവസത്തെ കാര്യമുള്ള അച്ഛാ. അത് കഴിഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് നീ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കാറില്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനൊരു മനമാറ്റത്തിന് കാരണം? അല്ലെങ്കിൽ തന്നെ ഒരു പാട്ട് പാടിയിട്ട് എന്ത് നേടാനാ നിനക്ക്? ഭാവിയിൽ ഒരു പാട്ടുകാരനായി കണ്ട ഗാനമേളയിലും നാടകത്തിലും കൂടിപ്പോയ ചില കോമിക് സിനിമകളിലൊക്കെ ആയിട്ട് ജീവിതം തുലയ്ക്കാനോ? അതിനാണെങ്കിൽ ആർക്കു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ? എത്രയൊക്കെ കഷ്ടപ്പെടുമ്പോഴും അതിലൊരു സുഖം തോന്നുന്നത് എല്ലാം നിന്റെ ഭാവിയെ കരുതിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നിനക്കിപ്പൊ കിട്ടുന്ന ഈ സുഖവും സൗകര്യങ്ങളൊന്നും കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്നില്ല. 9 മക്കളുള്ള കുടുംബത്തിൽ നിന്നും വളരെയധികം യാതനകൾ സഹിച്ചു പഠിച്ചാണ് ഞാൻ ഈ നിലയിലെത്തിയത്. എന്റെ മകന് അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകരുത്. നീ എത്ര വേണമെങ്കിലും പഠിച്ചോ. എന്നെ പറ്റിയോ നിന്റെ അമ്മയെ പറ്റിയോ മറ്റൊന്നിനെ പറ്റിയോ നീ ചിന്തിക്കണ്ട. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. തൽക്കാലത്തേക്ക് നിന്റെ ഈ ആഗ്രഹം മറന്നേക്ക്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല. പോയിക്കോളൂ. എന്താ? ഒന്നുമില്ല. ഹലോ, സൂരജാണ് സാർ. ആ പറയൂ സൂരജ്. സാർ, അച്ഛൻ സമ്മതിച്ചു. ആദ്യമൊക്കെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. രാത്രി കുറച്ചു മുമ്പാ സമ്മതിച്ചത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരിക്കൽ മാത്രം പാടിക്കോളാൻ പറഞ്ഞു. സന്തോഷം കൊണ്ട് ഉറക്കം വന്നില്ല. സാറിനെ വിളിച്ചു പറയാതെ ഉറക്കം വരില്ലാന്ന് തോന്നി. അതാ. ഓക്കെ സൂരജ്, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. നാളെ വരുമ്പോ വിൽ വർക്ക് ഇറ്റ് ഔട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ആരായിരുന്നു സ്റ്റുഡന്റ്? ഈ പാതിരാക്കോ? A sweet goodbye. ഡിയർ ടീച്ചർ, ഞാൻ അങ്ങയുടെ ഒരു ആരാധികയാണ്. എന്റെ പേര് ബാല. ബാല? ബാല, നീ എവിടുന്നാ? എടി ബാല, നീ ഇതെവിടുന്നാ? നിങ്ങളുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഇവിടുന്നോ? ബസ് സ്റ്റാൻഡിന്നോ? എപ്പത്തെ? ഈ രാത്രിയില് ഇങ്ങനെ അറിയിക്കാതെ? ഇവിടെ നല്ല സുഖം. കുറച്ച് പൂവാലന്മാര് അവിടെ ഇവിടെ ഒക്കെ പാത്ത് നിപ്പുണ്ട്. നീ അനങ്ങരുത്, അവിടെ തന്നെ ഇരി. ഞങ്ങൾ ഇപ്പൊ വരും.
പണിയാ നീ ഈ കാണിച്ചത്? അറിയിക്കാതെ വന്ന എന്തിനാ? അയ്യോ എന്തൊരു കോല ഇത്! എപ്പോ തുടങ്ങി വേഷങ്ങളൊക്കെ ഇടാൻ? അയ്യോ മുടിയൊക്കെ വെടിച്ചത് കണ്ടില്ല വിനേട്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നിനക്ക് ഇണങ്ങുന്നേ ഇല്ല. പഴയ കോലായിരുന്നു നല്ലത്. എനിക്കറിയാം തനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലാന്ന്. താൻ ഇന്നും ഒരു പഴഞ്ചൻ തന്നെയാ വിനേട്ടാ. ഞാൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? കലക്കി 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 ആളുകൾ കണ്ണിന് മുമ്പ് കാറി കയറി വാ. നീ എന്താ പെട്ടെന്ന് വരാൻ കാര്യം? ചുമ്മാ ഒരു സർപ്രൈസ്. അതൊന്നുമല്ല. എന്താ സ്കൂളിൽ വല്ല പ്രശ്നം ഉണ്ടാക്കി? അതെ, +2 ക്ലാസ് എങ്ങനെ? പിള്ളേരെ ഒരു വിധത്തിലാക്കിയോ? ആക്കി വരുന്നു. വിനയൻ ഒരു മാഷായി നടന്നതും TC വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. അതിനാണ് വന്നത്? അല്ല, പിന്നെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ. നമുക്കേ വല്ല ഒച്ച ഉണ്ടാക്കി നമ്പീരേട്ടനെ വിളിച്ചോർത്താം. വേണ്ട വാ. എന്താ ഇടപെടിന്ന് വരാൻ കാര്യം? ഇതെന്ത് കഷ്ടാ! വന്ന് കേറിയില്ല, കഴിച്ചില്ല, കുളിച്ചില്ല. അതിനു മുൻപ് അപ്പൊ നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ലെന്നെ, വിശക്കുന്ന വേഗം എടുത്തു വെക്ക്. വിനേട്ടാ, അവളൊന്നും കഴിച്ചില്ലെന്ന്. എന്താ കൊടുക്ക? 5 മിനിറ്റ് ഞാൻ ഉണ്ടാക്കാം. വേമ്പ കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം. കുളിയൊക്കെ പിന്നെ ആദ്യം കഴിച്ചിട്ട്. നാറുന്നുണ്ട് നിന്റെ. പോയി കുളിച്ചിട്ട് വാ, പിന്നെ കുളിച്ചോളാം. ബല, ഭക്ഷണം ഉണ്ടാക്കാൻ 5 മിനിറ്റ് ആകും. അതായി കുളിക്കാൻ പറയണേ. ഓ അത് ശരി. ഞാനും സഹായിക്കാൻ. നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ട. ഇപ്പൊ എന്താ ഉണ്ടാക്ക? അതൊന്നും നീ അറിയണ്ട. നീ അവൾക്ക് സ്റ്റൗവിൽ സോപ്പൊക്കെ എടുത്തു കൊടുക്ക. ഞാൻ അവളോട് ഇഞ്ച ഇല്ലേ? ഇഞ്ച ഉണ്ട്. വേണോ? അയ്യേ, തനിക്ക് ഇപ്പോഴും ഇഞ്ച തേച്ച കുളിയൊക്കെ ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല. അതൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമേ ഉള്ളൂ എനിക്ക്. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല അതൊക്കെ ശീലിക്കാൻ. ചെല്ല്.